എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഷാജിദ ഷാജി എന്ന് പറയുന്ന യൂട്യൂബറുടെ ലീലാവിലാസങ്ങളാണ്. എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ആ ഒരു ഉമ്മയെ വിളിക്കുന്ന തെറികൾ എൻ്റെ പൊന്നു, ലോകത്തിൽ ഒരൊറ്റ മനുഷ്യർ പോലും ഉമ്മയെ ഇങ്ങനെ തെറി വിളിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോഷ്യൽ മീഡിയയിൽ വന്നിട്ട്, അത് മാത്രമല്ല, ഖൈസിനെ, ഇറ്റ്സ് മീ ഖൈസ് എന്ന് പറയുന്ന റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യുന്ന യൂട്യൂബറെ, ആ പുള്ളിക്കാരനും നല്ല വയറ് നിറയെ കൊടുത്തിട്ടുണ്ട് ഷാജിദ. അപ്പോൾ പുള്ളിക്കാരൻ ചെയ്തത് എന്ന് പറഞ്ഞാൽ ഒരു തെറ്റായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഷാജി കുറച്ച് നാളായിട്ട് അവർ ഫാമിലി അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഉമ്മച്ചിയെ പറ്റിയിട്ട് ഷാജി അനങ്ങിയാലും തിരിഞ്ഞാലും മറിഞ്ഞാലും അവരുടെ ഫാമിലി കാര്യങ്ങൾ മൊത്തം അവർ കണ്ടൻറ്റായിട്ട് എടുത്തിടും. കാരണം അവരുടെ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ ഫാമിലിയാണ്. അവർ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരാളല്ല. അപ്പോൾ അവരുടെ കുടുംബകാര്യങ്ങളും ഒക്കെ എടുത്തിടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ടൊക്കെ ഉമ്മയെ പറ്റിയിട്ടൊക്കെ വളരെ മോശമായിട്ടും കുറ്റപ്പെടുത്തിയും ഒക്കെ അവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു മറുപടിയായിട്ട് ഈ ഉമ്മ ഖൈസിൻ്റെ ചാനലിലേക്ക് വിളിച്ചിട്ട് ഖൈസിനോട് ചില കാര്യങ്ങളൊക്കെ ഈ മകളെ പറ്റിയിട്ട് അവരുടെ ഫാമിലിയിൽ നടന്ന പല കാര്യങ്ങളും തുറന്നു പറയുകയുണ്ടായി. അപ്പോൾ ഖൈസാണെങ്കിൽ ഇവരുടെ പെർമിഷനോട് കൂടി തന്നെ ആ ഒരു വോയിസ് കോൾ പുറത്തേക്ക് വിട്ടു. അതുവഴി ഈ ലോകം മൊത്തം അറിഞ്ഞു ഷാജിദ ഷാജി എന്താണ് വീട്ടിൽ കാട്ടിക്കൂട്ടുന്ന പരാക്രമങ്ങൾ എന്നുള്ള കാര്യം. അപ്പോൾ അതിന് മറുപടിയായിട്ട് ഇന്നലെ രാത്രിയിൽ എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു 2 മണി വരെ ഷാജിദ ഷാജി മാറി ലൈവിലുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ചിലരൊക്കെ ആ ലൈവിൻ്റെ ഇത് അയച്ചു തന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിവിടെ ഇത് വയ്ക്കുന്നത്. ഷാജിദ ഷാജി അമ്മയ്ക്കും അതുപോലെ തന്നെ ഖൈസിനും കൊടുക്കുന്ന ഒരുപാട് വളരെ മോശമായിട്ട് കേൾക്കാൻ പോലും അറപ്പുണ്ടാവുന്ന രീതിയിലുള്ള വാക്കുകളാണ് ഉച്ചരിച്ചിട്ടുള്ളത്. ഒരു പെറ്റുമ്മയെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ വിളിക്കുമോ എന്ന് ചോദിച്ചാൽ വളരെ കഷ്ടം തോന്നും. അപ്പോൾ പ്രത്യേകിച്ചും ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസറായിട്ടുള്ള ഇവരൊക്കെ ചാനലിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ പെറ്റുമ്മയൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇവരോട് ഇഷ്ടമുള്ള ഒരുപാട് കുട്ടികൾ വരെ ഉണ്ടാവും ഇവർക്ക് സബ്സ്ക്രൈബേഴ്സായിട്ട്. അപ്പോൾ അവരെ പോലും വഴിതെറ്റി പോകുന്ന രീതിയിലാണ് ഇവരുടെ ഈ സംസാരം. പല ചെറിയ കുട്ടികളും പെട്ടെന്ന് അവർക്ക് ഇഷ്ടപ്പെടുന്ന വ്യക്തികളെ അവർ പെട്ടെന്ന് അനുകരിക്കുന്ന ഒരു സ്വഭാവം കുട്ടികൾക്ക് കാണുന്നുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾ തന്നെ കരുതും, ആൻറ്റി ഇതേ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു, അങ്ങനെ സംസാരിക്കാം എന്നുള്ള ഒരു ചിന്ത അവരുടെ മനസ്സിലേക്ക് വരും. അതുകൊണ്ട് തന്നെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നിൽക്കുന്ന ആളുകൾ ദയവ് ചെയ്ത് നിങ്ങളുടെ വീട്ടിൽ അഥവാ ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവരാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ ആ ഒരു വർത്തമാനം നമ്മുടെ ഖൈസിനെയും അതുപോലെ തന്നെ ഷാജിയുടെ ഉമ്മയെയും വിളിക്കുന്ന അപരാധങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഹെഡ്സെറ്റ് നിർബന്ധമാണ്. ഈ ഒരു വീഡിയോ കേൾക്കണം എന്നുണ്ടെങ്കിൽ ഹെഡ്സെറ്റ് നിർബന്ധമാണ്. അതുപോലെ തന്നെ ചെറിയ കുട്ടികളും ഒരുപാട് ഏജ്ഡ് ആയിട്ടുള്ള ആളുകളൊന്നും കേൾക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എന്തായാലും ഞാൻ ഈ വീഡിയോ ഇവിടെ കേൾപ്പിക്കുകയാണ്. ഡ്യൂട്ടിക്ക് കഴിഞ്ഞ് ഞങ്ങൾ MDM അടിച്ചു, കഞ്ചാവ് അടിച്ചു. ഇന്നെന്താ ചാച്ചിതാ MDM വന്നോ? MDM അടാ ജാബിർ മോനെ, നമ്മുടെ MDM വാട മോനെ, നമ്മുടെ MDM കഞ്ചാവ് ചാച്ചു. നീ എന്താ അടിച്ചത്? ഞങ്ങൾ അവൻ ഫ്രൈഡ് റൈസ് പഠിച്ചു. പിന്നെന്താ അടിച്ചു ചാച്ചോ? നീ എന്താ അടിച്ചത്? സെവനപ്പാ. അതെന്താ അപ്പം എവിടെ? അതെന്തെങ്കിലും അടിച്ചു. ജാബിറെ നീ എന്താ അടിച്ചിരിക്കുന്നത് രാത്രി? നീ എന്താ, നിന്റെ ബ്രാൻഡ് ഏതാ ജാബിറെ? പറയും ജാബിറെ. ഞാൻ എൻ്റെ മോൻ്റെ TC വാങ്ങാൻ പോയതാണ്. രാവിലെ അല്ല, ഉച്ചയില്ല ചാച്ചു. ഞങ്ങൾ ഉച്ചയ്ക്ക് പോയതാണ് കുട്ടികളെ. അങ്ങനെ എന്നിട്ട് വരുന്ന ടൈമാണ്. എത്ര 11 മണിയാണ്. TC നമുക്ക് കിട്ടി ബോധിച്ചു അല്ലേ? TC ഞങ്ങൾക്ക് കിട്ടി ബോധിച്ചു. ഞങ്ങളുടെ മോനെ പോയിട്ടുണ്ട്. ജാബിറെ നീ ഡിലീറ്റ് ചെയ്യേണ്ട ജാബിറെ, റെക്കോർഡാണ് മോനെ, എല്ലാം റെക്കോർഡാണ് മോനെ, ഞാൻ എല്ലാം റെക്കോർഡിലാണ് ചെയ്യുക മോനെ. ഇതൊന്നും അങ്ങനെ പിടിച്ചോ, നീ കൈ അടയുന്നു. എടാ നീ ഡിലീറ്റ് ചെയ്താലും അതെന്റെ ഫോണിൽ റെക്കോർഡാടാ. നിങ്ങൾ ആരൊക്കെ കമന്റ് ഇടുന്നു അതൊക്കെ എന്റെ ഫോണിൽ റെക്കോർഡാണ്. ഓക്കെ മക്കളെ. അപ്പൊ എന്തൊക്കെ അടിച്ചു നിനക്ക് ഞാൻ ജാബിറെ നാളെ തെളിവ് തരാടാ ജാബിറെ. പിന്നെ ഭ്രാന്തായി എടാ, എനിക്ക് ഭ്രാന്താടാ. ഞാൻ കെറ്റവും മരിച്ച വിളിക്ക് 1.5 വർഷമായിട്ട് ഭ്രാന്തിന്റെ ഗുളി കഴിക്കണ്ടടാ. നിനക്ക് തെളിവാണി തരാടാ മോനെ. നിനക്ക് ഞാൻ തെളിവ് സഹിതം തരാ. അതിനെ നോക്കി നോക്ക്, എന്റെ വീഡിയോസിൽ ഇട്ടോക്ക്. എനിക്ക് ഭ്രാന്തുള്ള വീഡിയോ ഗുളികൊക്കെ ഞാൻ കഴിക്കണ്ടടാ മോനെ. ആരാണ് ഭ്രാന്താണെന്ന് പറഞ്ഞവൻ? ആരാണ്? പാലക്കാട്. എന്താ തണ്ടയില്ലാത്തവനെ? നിനക്ക് മറ്റേ പേരും പിറകോഴിയും ഒന്നും ഇല്ലടാ മോനെ. എന്റെ ഉമ്മയും വാപ്പയൊന്നും ഇല്ലടാ പാലക്കാട് മോനെ. നിനക്ക് ആരും ഇല്ലേ? അതാ നിന്റെ മുഖം ഒന്ന് കാണട്ടെ. ഷാജിന്റെ മുഖം ഇങ്ങനെ കാണുന്നുണ്ടല്ലോ. നിന്റെ നാറികളെ എന്താണ് വരാത്തത്? ഷെരീഫ് ആരാന്ന് ചോദിച്ചാൽ എന്റെ ഇത്രകാലം എന്റെ ഉമ്മ എന്ന് പറയുന്നവളായിരുന്നു. ഇപ്പൊ അല്ല, അത് മാറിയിട്ടുണ്ട്. കാരണം ഡീറ്റെയിൽ ആയിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ടല്ല. ഓക്കെ, ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആരാണ് ആ വ്യക്തി, ആരാണെന്ന് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് മക്കളെ. അനാവശ്യമില്ലാതെ നല്ല മുസ്തഫ, എനിക്ക് നല്ലതൊന്നും പറയാനില്ലടാ. കാരണം എന്റെ ജീവിതത്തിൽ നല്ലതൊന്നും നടക്കുന്നില്ലടാ നാറി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് മുസ്തഫ. ഇട്ടാ പോട്ടെ.
എങ്ങനെ മോനെ വിട്ടുകളയാ? നീ എന്നെ പറയ സ്മാർട്ട് എക്സ്. എനിക്ക് നിന്നോട് പറയാം എങ്ങനെ ഞാൻ വിട്ടുകളയണം? ഞാൻ ഈ രാപ്പകലില്ലാണ്ട് വായി തോരാണ്ട് നിങ്ങളോട് സംസാരിച്ച് കഷ്ടപ്പെടുന്നത് ആർക്ക് വേണ്ടിയിട്ടാ? എനിക്കൊരു വയറിന് വേണ്ടിയിട്ടാണോ? അങ്ങനെയെന്ന് പറഞ്ഞാൽ എനിക്ക് എന്തിനാടാ ഇങ്ങനെ വീട്ടിൽ കടന്ന് കഷ്ടപ്പെടും? അല്ല എവിടെയെങ്കിലും ഒരു ഹോസ്റ്റലിൽ പോയി നിന്നാൽ എനിക്ക് എന്റെ കൂട്ടുകാരികളൊക്കെ എന്നെ വിളിക്കുന്നു, ഷാജി നീ വാ, ഷാജി ഞങ്ങളുടെ കൂടെ വന്ന് നിൽക്ക്, ഷാജി ഞങ്ങൾ എന്തടി നിനക്ക് എന്ന് പറഞ്ഞ് എന്റെ കൂട്ടുകാരികളെ ഇഷ്ടം പോലെ വിളിക്കുന്നുണ്ട്. അവരും ഈ ലെവലിലൊക്കെ ജീവിക്കണം. അവർ സോഷ്യൽ മീഡിയയിൽ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് അറിയില്ലായിരിക്കും. ഈ ലെവലിലൊക്കെ ജീവിക്കുന്ന കൂട്ടുകാരികളുണ്ട്. അവരൊക്കെ ഹോസ്റ്റലിൽ നിന്ന് അവരെ മക്കളെ പഠിപ്പിച്ച് ജീവിതം മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ്. ഞാൻ എന്തോ ഒരു പൊട്ടവായത്തിലല്ല, എന്റെ ഇക്കതിൽ എന്നെ കൊണ്ട് എത്തിച്ചതാണ്, അത് വേറെ കാര്യം. ഇൻസ്റ്റ ആയിക്കോട്ടെ, യൂട്യൂബ് ആയിക്കോട്ടെ, വാട്സപ്പ് അടക്കം എന്റെ ഇക്കാണ് എനിക്ക് ഡൗൺലോഡ് ചെയ്ത് തന്നത്. ഈ പറഞ്ഞ പുല്ലുകളൊന്നും എനിക്ക് അറിയില്ല, എന്താ സംഭവം തന്നെ അറിയില്ലായിരുന്നു. ഓക്കെ, പിന്നെ എന്താ പറയാ, ജീവിക്കാൻ വേണ്ടി ജീവിക്കാൻ എനിക്കൊരു വയറാണ് പറഞ്ഞാൽ നിങ്ങളുടെ മുന്നിലൊന്നും ഇങ്ങനെ വന്നിട്ട് വായി തളിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ എന്റെ ശരീരം ഇങ്ങനെ തൊലച്ചിട്ട് എനിക്കിതാ ഇവനെ പോലെയുള്ളവന്മാരെയൊന്നും പോയിട്ടുണ്ടാക്കിയിട്ട് അവരുണ്ടാക്കിയ ഉപ്പന്നെ അവരെ ഇട്ടിട്ട് പോയി. പിന്നെ ഞാൻ എന്തിനാണ് ഈ കിടന്ന് കഷ്ടപ്പെടുന്നത്? നിങ്ങൾ കാണില്ലേ ഓരോരുത്തരും ഓരോ ലെവലിൽ മക്കളെ എന്തൊക്കെയാ ചെയ്യണമെന്ന്. ആ ലെവലിൽ ഇരിക്കണം ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്ന് ഇങ്ങനെ വായി തോരാണ്ട് സംസാരിച്ച് പൈസ ഉണ്ടാക്കണമെങ്കിൽ അത് ഒരു വയറല്ലടാ, 6-7 വയറ് 2 വർഷം പോറ്റിടാ. ആ 7ാമത്തെ വയറാണ് ഇപ്പൊ എന്നെ തള്ളി പറഞ്ഞുകൊണ്ട് പറഞ്ഞത്. ഇനിയിപ്പോ 6 വയറ്, ഒന്ന് എന്നെ ചേർത്തിട്ടാണ് 5 വേറെ വയറ്, അങ്ങനെ 6 വയറ് പോറ്റുന്ന ഒരു സ്ത്രീയാടാണ് ഞാൻ. അപ്പൊ എനിക്ക് തണ്ണുണ്ടാവും മോനെ. എന്താ ചെയ്യാ? പിന്നെ വട്ട എനിക്കാണോ നിങ്ങൾക്കാണോ അതോ ഈ പറയുന്നവളുമാർക്കാണോ എന്ന് തെളിവുകൾ നമ്മളുടെ ഉണ്ടല്ലോ അല്ലെ? ഈ പറയുന്ന ആൾക്കാർക്കൊന്നും വട്ടുണ്ടല്ലോ അല്ലെ? ഈ കുട്ടികൾക്കൊന്നും. എനിക്ക് വട്ടാണ്, എനിക്ക് ഇക്ക മരിച്ച എനിക്ക് വട്ടാണ്. അത് എന്താ പറയാൻ പറ്റില്ല, ഭ്രാന്തായതാണ്. അതും എന്റെ ഉപ്പാനെ ഭ്രാന്തനാക്കിയ പോലെ എന്നെ ഭ്രാന്തിയാക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് നടക്കണില്ല. ഭ്രാന്തിയാക്കി മുക്കിലിരുത്താന്ന് വിചാരിക്കുന്നുണ്ട്, പക്ഷെ നടക്കാത്തോണ്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുണ്ട്. ഒന്നിലും എടീ ഷെരീഫ വിജയം കാണില്ലടി ഷെരീഫ. കാരണം നീ കണ്ട ജ്യോത്സ്യന്മാരുടെ കണ്ടവന്മാരുടെ അകത്തിനുള്ളിൽ കിടന്നുണ്ടാക്കണതല്ലടി ഷാജി എന്ന് പറയുന്ന വ്യക്തി 5 നേരം നിസ്കരിച്ച് പടച്ചോനോട് തേടി രാവിലെ തഹജ്ജുദ് നിസ്കരിച്ച് സുബൈ നിസ്കരിച്ച് എന്നിട്ടാണ് ഞാൻ പുറത്തിറങ്ങുന്നത്. നിന്നെ പോലെ കൺവെൻഷൻ പൗഡർ ഇട്ടിട്ടല്ലടി നാറി ഞാൻ പുറത്തിറങ്ങുന്നത്. അതുപോലെ തന്നെ നിന്റെ പോലെ ദസ്വീൻ കൈപ്പിടിച്ച് 6 കിട്ട സീരിയല് 7, 7:30, 8, 9, 10, 11 വരെ കാണുന്നവളല്ലടി ഞാൻ നാറി ഷെരീഫ. നീ ദിക്കറും സലാത്തും ചെല്ലിയിട്ട് പടച്ചോന്റെ അടുത്ത് എത്തില്ലടി. അതെങ്ങനെയടി സീരിയലിന്റെ അകത്തിനുള്ളിൽ കാടി അത് എത്താ? അതുപോലെ തന്നെ നിന്റെ കൂട്ടായി നിനക്കേ വിവരല്ലടി ഷെരീഫ. നിന്റെ കൂടെ അനുയായികൾക്ക് അതൊക്കെ തീരെ ഉണ്ടാവില്ല. കാരണം ഉണ്ടല്ലോ കൂടെ കഴിയണ ഒന്നും നല്ല ആൾക്കാരല്ല. അതുകൊണ്ട് അവളുമാർക്കും വിവരം ഉണ്ടാവില്ല. എങ്ങനെ ഉണ്ടാവുക? അപ്പൊ നമ്മൾ പറയുമ്പോൾ നമ്മൾ പൊട്ടത്തിയാവും വേറുള്ളവളാവും. നീ തന്നെ വിജയിക്കോടി ഷെരീഫ. കാരണം എന്താണെന്ന് അറിയോ നാറി? നിന്റെ വാപ്പാന്റെ മണ്ണ് നിന്റെ പുത്താണിക്ക് ഉണ്ടാക്കി വിട്ട മണ്ണുണ്ട്, നിന്റെ ആങ്ങളാർക്കും നിനക്കുണ്ട്. അതുപോലെ തന്നെ നീ ആയിട്ട് നിന്റെ കെട്ടിയോനായിട്ടുള്ള എന്റെ തന്തിയും എനിക്ക് ഉണ്ടാക്കി തന്നെ. നീ എന്ന തള്ളാന്ന് പറയുന്ന നടക്കണ നാറി നീയും എനിക്ക് ഉണ്ടാക്കി തന്നിട്ടില്ല. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ തന്നെ ഒരു അലഞ്ഞ് ജീവിക്കേണ്ട അവസ്ഥയായി. കാരണം നിന്റെ തന്ത കണ്ടവന്മാരൊക്കെ പിടിച്ച് പറ്റിച്ച് പറിച്ച് കുറെ ഏക്കർ കണക്കിന് ഉണ്ടാക്കി വേളാപ്പ മൂത്തപ്പമാരൊക്കെ അവരൊക്കെ എന്താ പറയുക പാരമ്പര്യമായിട്ട് നിനക്ക് മുതലുള്ളവിടെ അല്ലടി. നമ്മൾ അങ്ങനെ അല്ലടി. നമ്മുടെ വാപ്പ പട്ടനായതുകൊണ്ട് മുതലൊന്നും ഉണ്ടാക്കി തന്നില്ല. 3 എണ്ണത്തിന് ഉണ്ടാക്കി വിട്ടെന്ന് തന്ന ഓടി. തള്ളന്റെ കേസ് ഇങ്ങനെ. ഈ തള്ളയൊക്കെ 15 കൊല്ലം ഞങ്ങൾ എടി നീ ഉണ്ടാക്കി പാല് തന്നതിനുള്ള നീ എവിടെ എനിക്ക് പാല് വന്നിരിക്കുന്നത്? നീ എനിക്ക് എവിടെയും ഷെരീഫ പാല് വന്നിരിക്കുന്നത്? നിന്റെ ചെറിയ മകളുണ്ടല്ലോ ഒന്നുള്ളൂ അവിടെ നടക്കണില്ലേ? നിന്റെ ചെറിയ മകളിലെ അവളുടെ കെട്ടിയവൻ വേശ്യാലയത്തിൽ കൊണ്ടുവിടാൻ പറഞ്ഞതാണ്. എന്റെ അടുത്ത് റെക്കോർഡുണ്ട്. നിന്റെ 2 മരുമക്കൾ സംസാരിച്ച റെക്കോർഡുണ്ട്. നിന്റെ അവിടുത്തെ അമ്മൂസന്മാര് സംസാരിച്ച റെക്കോർഡ് എന്റെ അടുത്തുണ്ട്. അതുപോലെ തന്നെ നീ ആരുടെ അടുത്തൊക്കെയാണോ സംസാരിക്കുന്ന ആ റെക്കോർഡ് ഉള്ള എന്റെ അടുത്തുണ്ടടി ഷെരീഫ. നീ കടന്ന് ഇങ്ങനെ കണ കാര്യമില്ല. തെളിവ് സഹിതം ഷാജി പുറത്തിടും മോളെ ഷെരീഫ നാറി. നീ ഇപ്പൊ ഇരിക്കണ എടി നിന്നെ ആരടി ഇറക്കി വിട്ടത് പുല്ലേ? നീ ഇറങ്ങി പോയതല്ലേടി പുല്ലേ? നിന്റെ വീട്ടിൽ നിന്ന് നിനക്ക് എന്നെ എന്താ പറയാ എന്റെ വാക്കുകളുടെ മുന്നിൽ നീ പേടിച്ചിട്ട് നീ ഇറങ്ങി പോവടി നാറി. 1.5 ലക്ഷം ഇവിടെ വെച്ചിട്ട് നീ വർത്താനം. നീ ഇങ്ങനെ ആട്ടി ഇടുന്ന കമ്മല്, അതുപോലെ തന്നെ നിന്റെ കയ്യിൽ കിടക്കുന്ന വളാമോതിരം, ഇതെല്ലാം എന്റെ യൂട്യൂബിൽ ഞാൻ ഇറങ്ങി ഉണ്ടാക്കിയതാടി മോളെ. 1.5 ലക്ഷം എനിക്ക് ഇങ്ങോട്ട് തന്നാല് നീ പറയണ നിന്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങി തരും. അതുപോലെ തന്നെ നിന്റെ അനിയത്തിന്റെ മകനോട് എന്റെ അടുത്ത് പറ്റിച്ച് വാങ്ങിയ പൈസ നീ ആദ്യം തരാൻ പറയടി മോളെ. എന്നിട്ട് നീ വർത്താനം പറയടി പുല്ലേ. കണ്ട നീ കൈസയും ആക്കിയുള്ള എടി കൈസൊക്കെ അടി നിനക്ക് ആണുങ്ങളെ പറ്റുമോ? നീ എങ്ങനെ കൈസിനോടൊക്കെ സംസാരിച്ച അശ്വശോ? നിനക്ക് ആണുങ്ങളെ പറ്റൂലേ? അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നിനക്ക് ആണുങ്ങളെ ഭയങ്കര ഇതാണല്ലേ നിന്റെ കാര്യമല്ലേ മോളെ. അപ്പൊ നീ എന്താ പറയാ കാര്യം കാണാൻ കഴുതക്കാലും പിടിക്കും പറഞ്ഞ പോലെ നീ അവന്റെ കഴുതന്റെ കാല് പിടിച്ചോ? പിടിക്കുന്നേ കാര്യം കാണാന്. എന്റെ പള്ളിയിൽ എന്തോ വായിക്കുന്നത് ചാച്ചു പള്ളിയിൽ എന്തെങ്കിലും ഉണ്ടാ? അപ്പൊ നീ കാര്യം കാണാൻ കഴുതക്കാലും പിടിക്കും പറഞ്ഞ പോലെ ആ കഴുതന്റെ കാല് നീ പിടിച്ചു മോളെ. നിനക്കെട്ടിന്റെ പണി ഞാൻ വരുന്നുള്ളൂ മോളെ. നിന്റെ മക്കളുടെ ആയാലും നിന്റെ മരുമക്കളുടെ ആയാലും വീഡിയോസ് ഫുള്ള ഷാജിന്റെ കയ്യിൽ തെളിവാണ് മോളെ. നീ എന്റെ ഫോണിലല്ലടി മോളെ ഞാൻ മെമ്മറി കാർഡ് മേടിച്ച് നിന്റെ അത്രയും നിന്റെ മക്കളുടെ വീഡിയോസും നിന്റെ കള്ളു കുടിച്ച് തല്ലണ നിന്റെ മോളിന്റെ വീഡിയോസും മാപ്പിളുടെ സുലൈമാനി പറഞ്ഞവൻ എല്ലാവരും ഷെമി 2ാമത്തെ ആ മകള് സുലൈമാൻ കള്ളും കുടിച്ച് രാത്രിയിൽ ഈ ചോര ഇതുണ്ടോ ഈ പൊരിയുന്ന മഴ ഉണ്ടോ? ഈ മഴയത്തും കൂടി ആറ്റി ഓടിച്ച് എടി പുല്ലത്തി നിന്റെ മകളിനെ ആട്ടി ഓടിച്ച് വിടുമ്പോഴോ എടി പുല്ലത്തി നിനക്ക് പൈസ തരുന്നത് ആരാടി പുല്ലത്തി? ഞാനല്ലടി. നീ നിരങ്ങണ പൈസ പറയില്ലടി പുല്ലത്തി. എന്തിനാടി നിന്റെ മകൾക്ക് ഗ്യാസ് നിറയ്ക്കാനും ആ മക്കൾക്ക് ചോറുണ്ടാക്കി കൊടുക്കാനും എന്തിനാണ് ഈ നിരങ്ങണ പൈസ നീ മേടിക്കുന്നടി പുല്ലത്തി? അയച്ചു കൊടുത്ത റിസൾട്ട് റെക്കോർഡുകൾ എന്തടി ഷെരീഫ? തെളിവ് സഹിതം നിനക്ക് തരട്ടെ. നീ കൈസിനോട് നൊട്ടിയ പോലെ അല്ലടി. പിന്നെ നീയൊക്കെ ഒരു ഉമ്മയാണോടി? നീയൊക്കെ ഉമ്മാന്റെ ലിസ്റ്റിലെ പെടോടി.
നീ പെറ്റതുകൊണ്ട് നീ ഉണ്ടാക്കി അങ്ങോട്ട് വിട്ടൊരു പെറ്റോണ്ട് നീ ഉമ്മ എന്ന ലിസ്റ്റിൽ വരില്ലടി. ഇപ്പൊ ഞാൻ ചെയ്യണണ്ടില്ലേ അതുപോലെ നീ നോക്കിയാ നീ ഉമ്മ എന്നത്. എടി നിന്റെ ആങ്ങളാര് നല്ല ഗൾഫിൽ ആങ്ങളാ പൈസ അയക്കാന്, അതുപോലെ പൊന്നാനിയിൽ കഷ്ടപ്പെടുന്ന ആങ്ങളെ പൈസ അയക്കാന്, അതുപോലെ തന്നെ ഉപ്പാന്റെ മുതല് അത് ഇത് എന്റെ വാപ്പ ഒരാളും. എടി നീ ഉണ്ടാക്കി വിട്ട 3 മക്കൾക്ക് നീ എന്താടി തൊഴിലുറപ്പ് കൊണ്ട് ഉണ്ടാക്കി കൊടുത്തത് പുല്ലേ? എന്ത് മൈരാടി നീ ഉണ്ടാക്കിയിരിക്കണത്? പറയടി പറയടി ഖലീഫ, നിനക്ക് നീ എന്താ ഉണ്ടാക്കിയിരിക്കണത്? അതും കൂടെ ഒന്ന് പറഞ്ഞു കൊടുത്ത് തന്നാ കൊള്ളായിരുന്നടി മോളെ. ഈ കൈസിനെ പോലെയുള്ളവനൊക്കെ നീ പിടിച്ചിട്ട് നീ ഉണ്ടാക്കുമ്പോ നീ ഒന്ന് ആലോചിക്കണമായിരുന്നു. എന്റെ കയ്യിൽ അത്രയും തെളിവ്. എടി നിന്റെ മുന്നിലല്ലടി ഞാൻ ലൈവ് ഇടല്. എന്തേടി നീ കട്ടിലിന് സീരിയൽ കാണുമ്പോ എണിച്ച് വരാണ്ട് എണിച്ച് വന്ന് എന്റെ ലൈവിൽ നീ എന്തേടി വർത്താനം പറയാത്തത്? നാറി നാറി ഷെരീഫ, എന്തേടി നീ പറയാത്തത്? നിന്റെ ആങ്ങളാരെ എവിടെ പോയിടി? നിന്റെ ആങ്ങളാരെ മക്കൾ എവിടെ പോയിടി? തല്ലാനുള്ള ആങ്ങളാരെ മക്കളിനെ കൊമ്പന്മാരനെ നീ വളർത്തി വലുതാക്കിയിട്ടുണ്ടല്ലടി. എവിടെടി വാടി നീ? നീയൊക്കെ ഒരു ഉമ്മ. എന്റെ അത്താനെ പ്രാന്തനാക്കി വിട്ട നീയൊക്കെ ഒരു ഉമ്മ. എന്നിട്ട് കെട്ടിയോനെ നോക്കാൻ പറയുമ്പോ അവളുടെ പൊള്ളല് കാണണം. നാറി, നിന്റെ ചെറിയ മകൾക്ക് വേണ്ടി നീ ഇങ്ങനെ കിടന്ന് തുള്ളുണ്ടല്ലടി. നിന്റെ ചെറിയ മകൾക്ക് കുടുംബം ഉണ്ടാക്കി കൊടുത്തത് ആരാടി? ആ കരിമിക്ക് കുടുംബം ഉണ്ടാക്കി കൊടുത്തത് ആരാടി മോളെ? ഞാനടി, എന്റെ കെട്ടിയോനടി. എന്റെ ഈ കോലം കണ്ടിട്ട് എന്നെ ഇതിനെക്കാട്ടി നല്ല കോലത്തിൽ കണ്ടപ്പോ നിന്റെ മകൾക്ക് പെണ്ണ് തെരഞ്ഞു വന്നതല്ലടി. എന്നെ കണ്ടിട്ട് വന്നതല്ലടി നിന്റെ മകൾ. ഇപ്പൊ അവനെ ഈ പറയുന്ന അവനെ 100 അനാവശ്യം പറഞ്ഞിട്ട് നിന്നെ വിളിക്കണ 24 മണിക്കൂർ നീ വിളിക്കണ. എടി ഞാൻ മേടിച്ചെന്ന ഫോൺ കൊണ്ടല്ലേടി പുല്ലത്തി 1.5 കൊല്ലം നീ വിളിച്ചത്. ആ 1.5 കൊല്ലം റീചാർജ് ചെയ്താൽ ഞാനല്ലേടി പുല്ലത്തി. എന്നിട്ട് നീ നിന്റെ മക്കളെ വിളിച്ച് നാറി 24 മണിക്കൂർ റബ്ബർ തോടിന്റെ ഉള്ളിൽ പുല്ലത്തി നീ പോയി ഫോൺ ചെയ്യുമ്പോൾ ഞാൻ അത് നോക്കി എന്റെ മക്കൾ നോക്കി നിൽക്കല്ലേടി നാറി. നീ എന്റെ അനിയത്തിമാർക്ക് ഫോൺ ചെയ്യുമ്പോൾ നീ എന്തിനാടി റബ്ബർ തൊടിയിലേക്ക് പോകേണ്ട ആവശ്യം? നിനക്ക് ഇവിടെ നിന്നിട്ട് ഫോൺ ചെയ്യാലോടി. നീ എന്നെ കുറ്റം പറയുന്നില്ലെങ്കിൽ എന്റെ മക്കളെ കുറ്റം പറയുന്നില്ല. എടി നിനക്ക് വീട്ടിന്റെ ഉള്ളിൽ എടി നീ രണ്ടാമത്തെ അനിയത്തി വിളിക്കുമ്പോൾ മാത്രം നീ വീട്ടിന്റെ ഉള്ളിൽ പറഞ്ഞ് നീ തൊള്ള പൊടിയോടി നിന്റെ നാറി. നിന്റെ ചെറിയ മകളെ വിളിക്കുമ്പോൾ എന്താടി നിന്റെ സൗണ്ട് പുറത്തു വരാത്തത്? ഷെരീഫ നാറി, എന്താടി നിന്റെ പുറത്ത് വരാത്തത്? നിന്റെ മകളെ വിളിക്കുമ്പോഴേക്കും നീ മൂത്ര വയ്ക്കുമല്ലോ. നിന്റെ പാവാടെ കൂടെ മൂത്ര വയ്ക്കണവളെ. നിന്റെ മകള് നിന്നെ അങ്ങനെ ആക്കി വെച്ചിരിക്കുന്നത് എനിക്ക് നന്നായിട്ട് അറിയടി നാറി. എനിക്ക് നന്നായിട്ട് അറിയടി ഷെരീഫ നാറി. എടി 2 കൊല്ലം നീ കഴിഞ്ഞില്ലേ? 2 കൊല്ലം നീ ചാവാൻ കടന്നല്ലോ. ഒരു തുള്ളി വെള്ളം കിട്ടാണ്ട് നീ കടന്നപ്പോഴും ആരാടി പുല്ലേ നിനക്ക് നോക്കാനുണ്ടായിരുന്നു? നിന്റെ ആ 2 നിന്റെ 2 മക്കള് പെൺമക്കൾ എന്ന് പറയുന്ന അവളുമാരായിരുന്നോ നിന്നെ നോക്കാണ്ടായിരുന്നത്? അതോ ഈ പറയുന്ന ഞാനും എന്റെ 5 എത്തി മക്കളാടി നിന്റെ കൂടെ ഉണ്ടായിരുന്നു? നാറി നാറി, നിന്റെ ആങ്ങളുടെ അവിടെ നിന്ന് പോയിട്ട് വരുമ്പോഴേ നിനക്ക് ചാവാൻ നീ കടന്നപ്പോഴേ നിന്നെ കൊണ്ടേ നോക്കിയത് ആരാടി? അതുപോലെ തന്നെ നീ ചാവാന് നീ എന്നെ കൊണ്ടേ നോക്കിയില്ലേ ചാവാൻ കിടന്നപ്പോൾ? എടി നാറി 40,000 50,000 എന്റെ അക്കൗണ്ടിൽ ഉള്ളോണ്ടല്ലേടി നാറി എന്നെ കൊണ്ടേ നോക്കിയത്. ഇല്ലെങ്കിൽ നീ എന്റെ മക്കളോട് ചത്തോട്ടടി എന്നല്ലേടി പറഞ്ഞത് പുല്ലത്തി. നീയൊക്കെ ഒരു തള്ള. എന്റെ എളാമാനെ ഞാൻ എവിടെയും കുറ്റം പറയില്ല. കാരണം ഞാൻ കൈമുറിച്ചപ്പോഴും ഞാൻ 10-15 ഗുളിക തന്നപ്പോഴും എന്റെ അളാമ നിന്ന് കരിയായിരുന്നു. കാരണം എന്താണെന്ന് അറിയോടി ഷെരീഫ പുല്ലത്തി? അവളാടി എന്നെ നോക്കിയത്. ആ അളാമ പറഞ്ഞവളാണ് എന്റെ ഉമ്മമ്മ എന്നെ നോക്കിയത്. നീ കുറെ പണം ഉണ്ടാക്കിക്കൊണ്ട് എടി നീ പണം ഉണ്ടാക്കിക്കൊണ്ട് തള്ളത് അല്ലടി സ്നേഹം. നീ പണം ഉണ്ടാക്കി എടി നിന്നെ ഇപ്പൊ ഞാൻ എന്റെ ഈ മക്കളെ പൊന്നുപോലെ നോക്കുന്നുണ്ടടി പുല്ലത്തി മോളെ. നിന്റെ വാപ്പാന്റെ മുതൽ കൊണ്ടല്ലടി നോക്കണത്. നിന്റെ ആങ്ങളായി തന്ന മുതൽ കൊണ്ടല്ലടി ഞാൻ നോക്കണത്. ഞാൻ അന്തസ്സായി കഷ്ടപ്പെട്ടിട്ട് ആടി നോക്കണത്. പിന്നെ നിന്നെ പോലെ വറകേക്കാനും കണ്ടവന്മാരുടെ കൂടെ വീട് വിടാന്തരം തെണ്ടാൻ ഞാൻ പോവില്ലടി. ഞാൻ എന്റെ വീട്ടിലിരുന്നിട്ട് ഞാൻ വീട് ഇരുന്നിട്ട് എന്നെ പൈസ ഉണ്ടാക്കൂടി നാറി. അതുപോലെ റൂം എടി നാറി, നീ 1.5 കൊല്ലം എന്റെ മക്കളെ നോക്കിയില്ലടി. എങ്ങനെ നോക്കിന്ന് എന്റെ മക്കള് പറഞ്ഞോടി. നീ ഇന്റർവ്യൂള്ള ആൾക്കാരൊക്കെ വിളിക്കടി, ഈ കൈസിനെയൊക്കെ വിളിച്ചിട്ട് വാടി. നീ എങ്ങനെയാടി പുല്ലത്തി രാവിലെ അടിച്ച് മദ്രസയ്ക്ക് പറഞ്ഞാച്ചടി നീ? ഭയങ്കരമാണല്ലോ. അത് എപ്പോ നീ പറഞ്ഞാൽ എന്റെ മക്കളെ വിളിക്കാത്ത നാറി. രാവിലെ 8 മണിയാലും 9 മണി ഞാൻ തഹജ്ജുദ് എനിക്ക് നിസ്കരിക്കാനും സുബഹി നിസ്കരിക്കാനും എണിക്കണോണ്ടല്ലേ ഇപ്പൊ നീ നിന്റെ അനിയത്തിനോട് സൂചിച്ച് കിടക്കുന്നത്? കാരണം എന്താ? ലൈറ്റ് ഇടും. അവള് ലൈറ്റ് ഇടാണ്. എനിക്ക് ഉറക്കം വരുന്നില്ല, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. എനിക്ക് എടി പുല്ല, നീ പഠിക്കാണ്ട് നിസ്കരിക്കാണ്ട് ഇരുന്നാല് ഞാൻ അതുപോലെ ആവണം നീ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് തെറ്റി. പിന്നെ ഞാൻ പഠിച്ച കാര്യങ്ങളാണ് ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത്. നിന്നെ പോലെ നിന്റെ തള്ളയും നന്ദി പഠിപ്പിച്ചതല്ലടി ഞാൻ പഠിച്ചിരിക്കുന്നത്. എടി ഞാൻ അറിവ് വെച്ച കാലം മുതല് നിന്റെ സ്വഭാവം എന്താണ്, നിന്റെ ആങ്ങളാരുടെ സ്വഭാവം എന്ന് എന്റെ കെട്ടിച്ചു വിട്ട് എന്റെ കെട്ടിയോന്റെ അടുത്ത് എത്തിയപ്പോഴാണ് നിന്റെ പൂർണ്ണ രൂപ എനിക്ക് കിട്ടിയത്. എന്റെ ഇക്കാന്റെ കൂടെ പോയ ആ മനുഷ്യൻ 15 കൊല്ലം എന്നെ നോക്കിയ നോട്ടത്തിനാണ് എനിക്ക് നിന്നെ അടി ആ മനുഷ്യനെ കുറ്റം പറയാണ്ട് നിന്റെ അടുത്ത് വരാത്തോണ്ടല്ലേടി പുല്ലത്തി നീ എന്നെ വലിയ വർത്താനം പറയുന്നത്. എടി മരിച്ച് കബറിൽ പോയി 2 കൊല്ലായി. ആ 2 കൊല്ലം അന്തസ്സായിട്ട് 5 ആൺകുട്ടികളെ ഒറ്റയ്ക്ക് പോറ്റുന്നതാണ് അടി ഞാന്. എടി പുല്ല, നിന്റെ വാപ്പയോ അല്ലെ നിന്റെ ആങ്ങളാരോ ഒരു പുല്ലും കൊണ്ടെന്ന് തരുന്നില്ലടി. തന്നതെന്താ? എന്റെ സൗണ്ട് കളഞ്ഞതും എന്റെ എങ്ങനെയൊക്കെ ഇല്ലാണ്ടാക്കാൻ നോക്കുന്നതല്ലടി നിന്റെ ആങ്ങളാരും നീയും. നിന്റെ അനിയത്തിന്റെ മക്കളുണ്ടല്ലോ 2 എണ്ണം നല്ല പടുകൂറ്റന്മാര്, 23, 24 വയസ്സായ നാറികള്, കള്ളും കഞ്ചാവും അടിച്ച് വള്ളനീ തന്തനീ തല്ലുന്നവന്മാര്. വർത്താനം പറയണ്ടടി മോളെ. വർത്താനം പറഞ്ഞാ നീ നാറും ഷെരീഫ. നീ എന്നെ കൊണ്ട് തൊള്ള തുറപ്പിച്ചാ നീ നാറും. അതിന് നീ നിനക്കെടുത്തണ്ടാ ഷെരീഫ. നീ നിന്റെ നാട്ടിൽ ഉണ്ടാക്കിയ നീ നിന്റെ നാട്ടിൽ ഷെരീഫ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ ഉണ്ടാക്കി അത്ര കൊല്ലം അവള് പണിയെടുത്തു, ജീവിച്ചു, മക്കളിതാക്കി, അയ്യോ എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കി. എടി നീ ജീവിച്ച ജീവിതല്ലടി ഞാൻ ജീവിക്കുന്നത്. നീ നോക്കിയ നോട്ടല്ലടി ഞാൻ എന്റെ മക്കളെ നോക്കുന്നത് പുല്ലേ. നിന്നെ പോലെ കണ്ടതും കേട്ടതും ബാക്കിയുള്ളവരെ വായിലിരിക്കലും കേട്ടിട്ടല്ലടി എന്റെ മക്കളെ പഠിപ്പിക്കുന്നത്. നല്ല അന്തസ്സായിട്ടാണ് ഞാൻ മദ്രസയിലായാലും സ്കൂളായാലും എന്റെ മക്കൾക്ക് എഡ്യൂക്കേഷൻ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോരാടി. നീ എന്നെ പഠിപ്പിക്കേണ്ടായപ്പോഴും എനിക്ക് ജീവിക്കാൻ വേണ്ടി ഞാൻ എന്റെ മക്കളെ എനിക്ക് നാളെ അരി കിട്ടാണ്ടല്ല എന്റെ മക്കളെ പഠിപ്പിക്കണം എന്നൊരൊറ്റ വാശിയിലാടി ഞാൻ ഈ കടന്ന് കഷ്ടപ്പെടുന്നത്. എടി നാളെ നീ എന്നെ പഠിപ്പിച്ചില്ല. 15 വയസ്സിൽ നീ എന്നെ കണ്ടവന്മാരോട് ഇറക്കി വിട്ടു. നീ ആർക്കാണോ കഴുത്ത് നീട്ടെന്ന് പറഞ്ഞാൽ അവനിക്ക് കഴുത്ത് നീട്ടി ഈ 15 കൊല്ലം ഞാൻ നിന്നടി.
നിന്നെ പോലെ കെട്ടിയവനെ ആട്ടി വിട്ട് 3 പെണ്ണിനെ ഉണ്ടാക്കി വിട്ടിട്ട് നിന്നെ പോലെ കെട്ടിയവനെ പ്രാന്തനാക്കി വിട്ടിട്ട് എടി ഇത് രക്തം എവിടെയെന്നറിയോ? പാലക്കാട് പുതുനഗരം എന്ന നാട്ടിലെ രക്തം ഷാഹുൽ അമീറിന്റെ ബ്ലഡ് ആണ് ഇതിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് നിന്റെ നാറിയ പടിഞ്ഞാറക്കരയിലത്തെ നിന്റെ പുത്താണിക്കാന്റെ നിന്റെ ഉമ്മാന്റെ ചരിത്രമൊന്നും ഞാൻ പുറത്ത് എടുക്കണില്ല. ഏത് വഴിയാണ് നിന്റെ ഉമ്മ? നീ ബാക്കിയുള്ളത് ഏതാണെന്ന് നീ എന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ടടി നാറി ഷെരീഫ. നീ എന്റെ അത്താനെ പ്രാന്തൻ വിളിക്കുമ്പോൾ നിന്റെ വാപ്പ എന്തായിരുന്നു എന്ന് ആ ജനങ്ങളോട് ചോദിച്ചാൽ മനസ്സിലാവും. അന്നത്തെ കാലത്തെ ജനങ്ങളോട് ഇന്നും ജീവിച്ചിരിപ്പുണ്ടടി. ഇന്നും ജീവിച്ചിരിപ്പുണ്ട് ആ നാട്ടുകാരൊക്കെ. പണ്ട് നിന്റെ ഉപ്പാനെ കാണുമ്പോഴേക്കും ഓടിയ പുത്താണിക്ക പറഞ്ഞ അയാളെ കാണുമ്പോഴേക്കും ഓടുന്ന ആട്ടുകാർ ഇന്നും ജീവിച്ചിരിപ്പുണ്ടടി. നിന്റെ മുന്നിൽ വേണേ കൊണ്ടിട്ട് തരാടി. എന്റെ അത്താൻ നീ പ്രാന്തൻ പറയുന്നല്ലോ. നിന്റെ വാപ്പ പിന്നെ നല്ല ആളായിരുന്നല്ലോ. നിന്റെ പുത്താണിക്ക പറഞ്ഞ വാപ്പ എന്തായിരുന്നടി? കഞ്ചാവ് അടിച്ചുകൊണ്ട് പപ്പരപ്പ ആയിരുന്നില്ലടി മോളെ ഷെരീഫ. ആയിരുന്നല്ലോ. ഇതൊക്കെ നീ എന്റെ തൊള്ളയെ കൊണ്ട് പറയിപ്പിച്ചല്ലടി നാറി. നീ എരന്ന് വാങ്ങിയതാണ് ഇതൊക്കെ. നീ എരന്ന് വാങ്ങിയതാടി. നിന്റെ വിചാരം ഉണ്ടാവും നിന്റെ 2 മക്കള് പുല്ലത്തികള് അവളെമാരെ കെട്ടിയവന്മാരും കൂടി സപ്പോർട്ട് ഇല്ലല്ലടി. നിന്റെ ചെറിയ മകൾക്ക് കെട്ടിയോനും ഇല്ല, കുട്ടികളും ഇല്ല, അതുപോലെ തന്നെ അമ്മൂസനും ഇല്ല, അമ്മായിമില്ല, നാത്തൂമാർ. എന്തേടി നിന്റെ മക്കള് വെക്കേഷൻ ആയപ്പോ ഓടി വരാത്തു? എന്തേ വരാത്തു? നാത്തൂമാരനെ കുറ്റം പറഞ്ഞിട്ട് ഇപ്പൊ എന്തേ വരാത്തു? എന്തേ വരാൻ സ്ഥലമില്ല അല്ലേ? എവിടെ വരുന്നു? ഏത് ചിറി വെച്ചിട്ടാടി നിന്റെ മക്കള് വരാടി? എവിടത്തെ പണ്ട് കെട്ടിയവനെ കുറ്റം പറഞ്ഞ ഉമ്മ സനുക്ക് അങ്ങനെ സുലൈമാൻ ഇങ്ങനെ അങ്ങനെ ഉമ്മ അവൻ കാട്ടി ഇവൻ കാട്ടി 24 മണിക്കൂറും ഫോൺ വിളിച്ച് സംസാരിക്കുന്ന നിന്റെ മക്കളുണ്ടല്ലേടി നാറി. അവരെ കണ്ടവന്മാരുടെ കൂടെ നിരങ്ങണത് അവളാടി. ആരാടി ഷെരീഫ? കല്യാണം കഴിക്കുന്നതിന് മുന്നേ കെട്ടിയിട്ട് അടിച്ചത് ആറിനെ ആടി? എന്നെ ആണോടി ഷെരീഫ? എന്നെ കൊണ്ട് നിനക്ക് എന്താടി ഉണ്ടായിരിക്കുന്നത്? ഒന്ന് പറയടി ഷെരീഫ. നീ പറഞ്ഞ് കാണിക്കടി നാറി ഷെരീഫ. എടി ഞാൻ നിനക്ക് പണ്ടും ശല്യലടി ഇപ്പോഴും ശല്യലടി. ഷാജി ഒറ്റയ്ക്ക് അടി പണ്ടും ഇപ്പോഴും എപ്പോഴും. അത് ഞാനേ അങ്ങനെ ആണ് ജീവിച്ച് വന്ന രീതി അങ്ങനെയാണ്. നീ വിചാരിക്കണ്ടാവും നീ വളർത്തിയോണ്ട് നിന്റെ സ്വഭാവമാണ് എനിക്ക് കിട്ടാൻ. അല്ലടി പുല്ലേ, നിന്റെ സ്വഭാവം ഒരിക്കലും എനിക്ക് കിട്ടില്ലടി. കാരണം നീ അത്രയും ചെറ്റ സ്വഭാവക്കാരിയാണെന്ന് എനിക്ക് പണ്ടേ അറിയാടി. എന്റെ കെട്ടിയോനൊന്നും നിന്നെ തിരിഞ്ഞു നോക്കാണ്ടിരുന്നത് എന്താടി മോളെ? എന്താടി നിന്റെ ക്യാരക്ടർ തുണി അയച്ചിട്ട് കാണിക്കുന്ന നിന്റെ ക്യാരക്ടർ കാരണം കൊണ്ട് ആടി നാറി. നിന്റെ ആ കേസിനൊക്കെ വിളിച്ചിട്ടുണ്ടല്ലോ. എല്ലാവരും ഒന്ന് പോയി കാണിട്ടോ കൈസിനും. നീ കുറെ ആൾക്കാരുണ്ട് ഇന്റർവ്യൂസിൽ, കുറെ ആൾക്കാരുണ്ട് എന്റെ ലിസ്റ്റിൽ. ഞാൻ വേണേ നമ്പർ തരാടി ഷെരീഫ. നീ ഇന്റർവ്യൂസ് കൊടുക്ക് കേട്ടോ. ഞാൻ നിനക്ക് ഫോൺ വേണോ? ഈ ഫോൺ വാങ്ങി തരാം നിനക്ക്. നീ പറഞ്ഞല്ലോ സ്റ്റേഷനിൽ എനിക്കൊരു ഫോണും നെറ്റും ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുത്തിടും. ഞാൻ റീച്ച് ആയിക്കണം. അവളെ കോട്ടി റീച്ച് ആവടി ഷെരീഫ. നീ ഇന്ന് എന്തിനാടി തൊഴിലുറപ്പ് മോണടി നാറി? നിന്നോട് 10-60 വയസ്സായി വീട്ടിൽ അടങ്ങി ഒതുക്കി ഇരിക്കുന്നു പറഞ്ഞില്ലടി നാറി. നീ അപ്പൊ നിരങ്ങാൻ വേണ്ടി പോവല്ലടി നാറി. ഞാനാണോ പോണത്? നീ എല്ലടി പോണത്? പിന്നെ ഷെഫീന ബീവി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഒരുത്തിണ്ട്. അവൾ ഇതേപോലെ എന്റെ കെട്ടിയോന്റെ പെങ്ങളിനെ കൊണ്ടുവന്നിട്ട് എനിക്ക് ഗർഭം ഉണ്ടാക്കി തന്നു. കഴിഞ്ഞ കൊല്ലം എനിക്ക് ഗർഭം ഉണ്ടാക്കി. അപ്പൊ ആ കുട്ടിനെ പ്രസവിച്ചെന്ന് ഈ കൊല്ലത്തിൽ എന്റെ കുട്ടിക്ക് 1 വയസ്സായിട്ടാ. അവൾ എനിക്ക് ഗർഭം ഉണ്ടാക്കിയിട്ട് പോയി. നീ ഇപ്പൊ എനിക്ക് ഏതോ ഒരുത്തനെ കൊണ്ട് വേറെ ഉണ്ടാക്കി, ഏതോ ഒരുത്തന്റെ കൂടെ എടി ആ ഒരുത്തനൊക്കെ ഞാൻ നിന്റെ വീടിന്റെ മുന്നിലല്ലേടി ഞാൻ കൊണ്ടുവന്ന് നിർത്തിയത്. എന്തേടി നീ ചോദിച്ചില്ല? നിന്റെ ആങ്ങളാര് ചോദിച്ചില്ല? എടി ഷാജി എങ്ങോട്ടാ പോണത്? എടി ഷാജി ഈ നിൽക്കുന്നത് ആരാടി? എന്താണ് ചോദിച്ചില്ല? എന്തടി ചോദിച്ചില്ല? നിന്റെ നാക്ക് എന്താടി പുണ്ണാക്ക് വരക്കി വെച്ചിരിക്കുന്നത്? അല്ലെ പഴം മുഴുങ്ങി നിന്റെ വാക്കിൽ അണ്ണാക്കിലോട്ട്. അപ്പൊ നീ എന്താ വിചാരിച്ചത്? വീട് ഒഴിഞ്ഞു കിട്ടുമല്ലോ. അവള് പോയി. എന്റെ മക്കൾ വന്ന് കയറി കിടക്കാൻ വീടായല്ലോ നാറി. നിന്റെ ചെറിയ മകള് അവിടെ അമ്മായിമ്മന്റെ അടുത്ത് അമ്മൂസന്റെ അടുത്ത് മടി ഉണ്ടാക്കുമ്പോൾ നാത്തുമാരത്ത് മടി ഉണ്ടാക്കുമ്പോഴേക്കും നിനക്ക് വന്ന് കയറി കിടക്കാൻ നീ പറഞ്ഞല്ലോ ജേസി നീ സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് ചെയ്തിട്ട് എന്താടി ഉണ്ടായിട്ട്? എന്നോട് പറഞ്ഞടി SP സാറും SI സാറും എല്ലാവരും പറഞ്ഞടി എന്നോട് ഇറങ്ങണ്ട പറഞ്ഞടി ആ വീട്ടിൽ നിന്ന് നാറി. അതുകൊണ്ട് തന്നെ ഇറങ്ങാത്തത്. പിന്നെ നീ എന്റെ അടുത്ത് മേടിച്ച 1.5 ലക്ഷം ഉറുപ്പിക ഇവിടെ വെക്കടി മോളെ ഷെരീഫ. കാതിൽ കിടക്കണം കഴുത്തിൽ കിടക്കണൊക്കെ ഉണ്ടല്ലോ. ഞാൻ യൂട്യൂബ് നിന്ന് നിരങ്ങി ഉണ്ടാക്കിയ പൈസ ഉണ്ട്. അതെന്തിനാടി നിന്റെ അനിയത്തിക്ക് നിനക്കൊക്കെ ഇങ്ങോട്ട് താടി? അതുപോലെ തന്നെ നിന്റെ 2 മക്കള് പറഞ്ഞില്ല അവളുമാർക്കും കുറെ പൈസ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. അതിന്റെയൊക്കെ തെളിവ് എന്റെ അടുത്തുണ്ട്. അതും കൂടി ഒന്ന് നീ തരികയാണെങ്കിൽ എനിക്ക് വീടിനുള്ള സ്ഥലത്തിനുള്ള പൈസ ആയല്ലോ. സ്ഥലം ഞാൻ വിളിച്ചാലും വീടിനുള്ള പൈസ ആയല്ലോ. ഓക്കെടി ഷെരീഫ. നിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ നീ അത് ചെയ്യടി ഷെരീഫ. പിന്നെ നിന്റെ ആങ്ങളാരുടെ ഭാര്യമാരുണ്ടല്ലോ. നീ പറയുന്ന പോലെ അല്ലടി പുല്ലത്തി. നിന്റെ ആങ്ങളാരുടെ ഭാര്യമാര് എന്നെ എന്തൊക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കി. എന്റെ അടുത്ത് ഈ പറയുന്ന നിന്റെ ആങ്ങളുടെ മകൻ തല്ലിയിലടി. ആ ആങ്ങളുടെ ഭാര്യ എന്നിട്ട് എങ്ങനെയായിരുന്നു? നിന്റെ ഉമ്മാനെക്കാട്ടി സ്നേഹമാണ്. നീ പറഞ്ഞ് പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലടി നാറി. നിന്റെ ഉമ്മാനെക്കാട്ടി സ്നേഹമാണോ നിന്റെ അമ്മായിനോട് എന്ന് ചോദിച്ചില്ലടി. അവൾ എന്നെ ബ്രെയിൻ വാഷ് ചെയ്ത് നിർത്തിയിരിക്കുന്നടി. അവളുടെ കാര്യങ്ങൾക്ക് അവളുടെ മക്കളുടെ അവളുടെ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ അവൾ എന്നെ ബ്രെയിൻ വാഷ് ചെയ്ത് നിർത്തി. എന്നിട്ട് അവളുടെ കാര്യങ്ങൾ അവൾ അന്ന് എന്നോട് പറഞ്ഞിട്ട് നിന്റെ സാധനങ്ങളൊക്കെ നീ അലമാറയിൽ കൂട്ടി വെക്കണം, നീ വേറുള്ളത് ചെയ്യണം, നീ അങ്ങനെ ചെയ്യണം, നീ ഇങ്ങനെ ചെയ്യണം, എല്ലാം പറയലുണ്ട്. എല്ലാം എന്റെ അടുത്ത് റെക്കോർഡാടി മോളെ. അന്നും ഞാൻ ഇന്നും എന്റെ ഫോൺ കളയാണ്ട് വെച്ചിരിക്കണം. എന്തിനാ? ഇതിനൊക്കെ തന്നെയാണ്. ഷാജി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഷാജി കഷ്ടപ്പെടാതെ ഷാജി 5-6 മാസം നരകിച്ചിട്ടുണ്ട്. 3-4 പ്രാവശ്യം സൂസൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഷെരീഫ നാറി നീ കാരണോടി. നീ എന്റെ മക്കളോട് പറഞ്ഞേടി 5 എണ്ണത്തിന് മാത്രം അതിന്റെ ഉള്ളിൽ കേച്ചും എന്നെ. എടി എനിക്ക് സന്തോഷം സുശാന്ത് നിലമ്പൂര് വീട് തരാ പറഞ്ഞപ്പോ അവൻ നിനക്ക് വിളിച്ച റെക്കോർഡ് ഉണ്ടടി. എന്തേടി നിന്റെ ആങ്ങളെ എന്നെയും പറഞ്ഞയച്ചില്ല? എന്തേടി നിനക്ക് നാണക്കടാവൂലേ? ഞാൻ വേറെ വീട് മേടിച്ചു പോയാൽ നിനക്ക് നാണക്കടാവൂലേ? നാറി നിന്റെ ആങ്ങളയ്ക്ക് നിനക്കും എന്തേടി? പിന്നെ നീ നിന്റെ വീട്ടിൽ നിന്ന് എന്നെ ഇറക്കി വിടുന്നത് എന്തേടി പുല്ലത്തി? എനിക്ക് മറ്റേ സുശാന്ത് നിലമ്പൂര് നാട്ടിൽ എനിക്ക് വീട് തരാ പറഞ്ഞിട്ട് നീ എന്തേടി എന്നെ വിട്ടില്ല? എന്തേ നീ വിട്ടില്ല?
അപ്പൊ നിന്നെ വിളിച്ചല്ലോ ഈ സുശാന്തി പറയണവൻ നിന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നീ എന്തേ നിന്റെ ആങ്ങളനോട് എന്റെ സമ്മതമില്ല, എനിക്ക് സമ്മതമില്ല എന്ന് പുല്ലത്തി പറഞ്ഞത്. അപ്പോൾ തന്നെ നിന്റെ ആങ്ങള എന്താടി, നിന്റെ ആങ്ങള എനിക്ക് കെട്ടി തന്നടി വീട്. നിന്റെ ആങ്ങളെ കെട്ടി എടി നിന്റെ ആ വീട് നിന്റെ ആങ്ങളുടെ ഇത് പറഞ്ഞു അത് റൈസ് ചെയ്യാൻ എന്റെ അത്താന്റെ പൈസയും എന്റെ അത്താന്റെ അമ്മായി എന്റെ അത്താന്റെ പെങ്ങൾ കൊടുക്കുന്ന പൈസ ഇല്ല ഉണ്ടടി. അടി അതൊക്കെ തെളിവാടി. അവരൊന്നും മരിച്ചിട്ടില്ലടി മോളെ ശരീഫാ, മരിക്കാണ്ട് ജീവനോടെ ഇരിക്കുന്ന തെളിവാടി. ഓക്കെ, അതുപോലെ തന്നെ ഫോണിലുള്ള തെളിവ്. പിന്നെ ഷാജിക്ക് ഇങ്ങനെ സംസാരിക്കാനും വേറെ പല രീതിയിലും ഷാജിക്ക് സംസാരിക്കാറ്. ഷാജിനെ തോണ്ടി വിട്ടാൽ ഷാജി ആവുന്നതും ആരോടും ഒന്നിനും പോകാത്തൊരു വ്യക്തിയാണ്. ഞാൻ പോവില്ല, പക്ഷെ ഇങ്ങോട്ട് അണ്ണാക്കലിക്ക് തന്നാ അങ്ങോട്ട് നല്ല കണക്കിന് തരാൻ എനിക്കറിയാം. ഇപ്പൊ നീ നിന്റെ കൈസുമോനോട് പറഞ്ഞില്ലേടി ഷരീഫ, അതും കൂടി പറഞ്ഞോട് എനിക്ക് വരാനോ 1 ലക്ഷം റുപ്യ, നിന്റെ അനിയത്തിന്റെ മകൻ വാങ്ങി 1 ലക്ഷം റുപ്യ അടി, അതൊക്കെ എനിക്കൊന്ന് തരാൻ പറയടി. അന്ന് അന്നസായിട്ട് എനിക്ക് ഞാൻ ഇറങ്ങി ഉണ്ടാക്കുന്ന പൈസ ആണല്ലോ അടി, അതൊന്ന് തരാൻ പറയടി ഷരീഫ. എന്നാ പിന്നെ ഞാൻ സ്ഥലം വാങ്ങണ്ടേ, അതിലൊരു വീട് വെക്കാൻ. ഒരു നിന്നെ പോലെ മണിമാളിക്കൊന്നും എനിക്ക് വേണ്ട, ഒരു ചെറിയ ഓലപ്പരയാണെങ്കിൽ ഞാൻ സുഖമായിട്ട് ജീവിക്കോടി മാറി. അപ്പൊ പുല്ലത്തി എനിക്ക് നിന്നോട് പറയാനുള്ളത് എന്താന്ന് വെച്ചാല്, ഷരീഫ നീ നിന്റെ ഷരീഫ മാളെ എന്നാട്ടെ പറയാ. മാളെ എനിക്ക് മാളെ നിന്നോട് പറയാനുള്ളത് എന്താന്ന് വെച്ചാല്, മാളെ നീ ഇത്ര കാലം നിന്റെ നെല്ലിക്കാട് നാട്ടിൽ ഉണ്ടാക്കിയ നിന്റെ പേരെല്ലാം പോയി മാളെ എനിക്ക് പറയാൻ കഴിയും. മാളെ നിന്റെ പേരെല്ലാം പോയി നാറിയ കെട്ടിടാന്ന് മാളായി മാറി. ഇതിന്റെ പേരിൽ നീ അവിടെ തൂങ്ങിച്ചാവും. എന്താണ് പറഞ്ഞത്? സാറുമാരത്ത് പറയണേ ഞാൻ വിഷം കുടിച്ച് മരിക്കും, ഞാൻ തൂങ്ങിച്ചാവും, അവിടെ ഉണ്ട്. എടി എന്തേടി നീ തത്തില്ലേ, നീ ഇതിനെക്കാട്ടി നല്ലൊരു ചാവ് വേണല്ലേടി. എന്തിനാടി നീ ജീവിച്ചിരിക്കുന്നത്? ഭൂമിക്കും മാറ്റ ഇതിനും വേറായിട്ട് നീ എന്തിനാടി ജീവിക്കുന്നത്? ചാവന്നടി നല്ലത് നാറി, നീ ചാവടി. എനിക്ക് ജീവിക്കണേ കുറച്ചാലും കൂടി എനിക്ക് ജീവിക്കണം. കാരണം എന്താ അറിയോ, ഞാൻ ഉണ്ടാക്കി വിട്ട നീ ഇപ്പൊ ഞങ്ങളെയൊക്കെ അങ്ങനെ പട്ടുകൂറ്റത്തികളാക്കി വിട്ടില്ലേ, നീ നല്ല പിള്ളായില്ലടി. അപ്പൊ അതുപോലെ എനിക്ക് എന്റെ 5 മക്കളെ നോക്കണ്ടടി. ഞാൻ ഉണ്ടാക്കിയതല്ലടി, ഞാൻ ഉണ്ടാക്കിയവൻ പോയി. അപ്പൊ ഉണ്ടാക്കി വിട്ട പെറ്റ വയറല്ലടി ഞാന്. അപ്പൊ അതുപോലെ എനിക്ക് ഒന്ന് കരകയറ്റടി. ഓക്കെ, അപ്പൊ നാരി ഷരീഫ നാളെ നീ വേറൊരാൾക്ക് വോയിസ് റെക്കോർഡ് കൊടുക്കണേ ഷരീഫ. നിന്റെ കഞ്ചാവടിയൻ അനിയന്മാർ, നിന്റെ അനിയത്തിന്റെ മക്കള് കഞ്ചാവടിയന്മാരോട് പറയണം എന്റെ അടുത്ത് വാങ്ങിയ പൈസ നീ 30-ാം തീയതി തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, തന്നില്ലെങ്കിൽ വിവരം അറിയുന്നു ആ മോനോട് പറയണം. അവൻ നല്ലൊരുത്തിനെ കൊണ്ടുവരുന്നുണ്ട്, നല്ല ചെറുമിനെ കൊണ്ടുവരുന്നുണ്ട്, നല്ല സുഖമായിട്ട് മരുമകളും നിങ്ങളൊക്കെ ആയിട്ട് അന്തസായി ജീവിക്ക്. എന്റെ പാട്ടിന് വിടടി മോളെ. ഇസ്മി കൈസ അല്ലെങ്കിൽ ഏതൊക്കെ കൈസന്മാരുണ്ടോ ആ കൈസന്മാരൊക്കെ അറിയാൻ വേണ്ടി പറയാണ്. കള്ളന്റെ പിന്നാലെ പോയാൽ നീ നാറും മോനെ കൈസേ, നാറാണ കല്ലെടുക്കും. നിന്റെ ലൈഫ് നിനക്ക് വേണമെങ്കിൽ നീ രക്ഷിച്ചോ. ഓക്കെ, നീ ഏത് കടലും പെടില്ലടി നാറി. അപ്പൊ അത്രയൊക്കെ പറയാന് നമ്മൾ എത്താനായിട്ടോ, നമ്മുടെ ചാച്ചുട്ടി ഇവിടെ കിടക്കുന്നു. വേറെ കൊടുത്താൽ നമ്മുടെ ചാച്ചുട്ടിക്ക് ക്ഷീണമായിട്ടാണ്. നമ്മുടെ ചാച്ചുട്ടിന്റെ പിന്നെ എന്താ പറയാ ചിബുട്ടിന്റെ ടീച്ചർ കിട്ടിയിട്ടുണ്ട്. ചാച്ചുവിനെ ഞാൻ സ്കൂളിൽ ചേർത്തിട്ടുണ്ട്. നമ്മുടെ ഗവൺമെന്റ് സ്കൂളിൽ തന്നെ, ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ 10-ാം ക്ലാസ് പാസ്സായി വന്ന സ്കൂളിൽ തന്നെ എന്റെ മോനെ അഡ്മിഷൻ മേടിച്ച് ഗവൺമെന്റ് സ്കൂളിൽ ഞാൻ ചേർത്തിട്ടുണ്ട് മോളെ. അതുപോലെ തന്നെ എന്റെ മോന്, അതുപോലെ എന്റെ കെട്ടിയോന്റെ നാട്ടിൽ തന്നെ വീട് കയറ്റി താമസിച്ചോടി ഞാന്. നീ പറഞ്ഞല്ലോടി നിന്റെ മക്കളിലെ എന്റെ കെട്ടിയോനെ കൊന്നിട്ട് ഞാൻ വന്നിരിക്കാണ്. എടി എന്റെ കെട്ടിയോനെ കൊന്നോ ഇല്ലേന്ന് എന്റെ കെട്ടിയോനിക്ക് എന്റെ പഠിച്ചോനെ അറിയാടി, നിന്നെ തെളിയിക്കേണ്ട ആവശ്യമില്ലടി. അതുപോലെ തന്നെ എനിക്ക് നിന്നോട് പറയാനുള്ളത്, നീ പറഞ്ഞല്ലോ കെട്ടിയോന്റെ നാട്ടിൽ പോയി ജീവിക്കുക. എടി ഞാൻ ജീവിക്കോടി, എന്റെ ഇക്കാന്റെ ആഗ്രഹപ്രകാരം ഞാൻ അവിടെ ഒരു സ്ഥലം വാങ്ങും, വീട് വെക്കും, അവിടെ പോയി നിന്നെ പോലെ അടിയിൽ കൂടെ തകിടും കൂടും വെച്ചാൽ ചിലപ്പോൾ പണി വാളും. ഞാൻ പഠിച്ചവനോട് നേരിട്ട് അങ്ങനെ അപ്ലിക്കേഷൻ കൊടുക്കുന്ന ആളാണ്. നിന്നെ പോലെ ജോത്സ്യന്മാരുടെ അടുത്ത് അപ്ലിക്കേഷൻ കൊടുത്തിട്ട് അങ്ങോട്ട് എത്തിക്കണം എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ നേരിട്ട് പഠിച്ചവനോട് തരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഏത് പാതിരാത്രിക്ക് എനിക്ക് വരാനും പേടിയില്ല കേട്ടോ ശരീഫ. അതുകൂടി നാളെ നീ ഒന്ന് ആലോചിച്ച കൊള്ളാം. എടി എത്രയൊക്കെ നീ പടപ്പുകളുടെ അടുത്ത് പോയി ജോത്സ്യന്മാരുടെ അടുത്ത് പോയി നീ ഉണ്ടാക്കിയാലും നീ വിജയിക്കില്ല മോളെ. നീ പഠിച്ചവനോട് അല്ലാ എനിക്ക് എന്തെങ്കിലും ഒന്ന് താന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിനക്ക് എന്തെങ്കിലും തന്നിരിക്കും. ജോത്സ്യന്റെ അടുത്ത് പോയിട്ട് നിനക്ക് താന്ന് പറഞ്ഞാൽ ജോത്സ്യൻ നല്ല കണക്കിന് തരും ചെയ്യും. ജോത്സ്യനെ കിട്ടില്ല പറഞ്ഞാൽ അമ്പയ്ക്ക് നിനക്ക് വെക്കും പരിപാടി നാറി. നിന്റെ മക്കളൊക്കെ അതിന്റെ ആൾക്കാരാണ്. ഞാൻ നിന്റെ മകളിലെ കൂട്ടത്തിലേ പെടില്ല. നിനക്കുണ്ടായതിൽ ഞാൻ ഖേദിക്കടി. നിന്റെ വയറ്റിൽ ഞാൻ ഉണ്ടായതിന് എന്തിനാ പഠിച്ചോനെ എനിക്ക് ഈ ജന്മത്തിന് ജീവിതം ഈ ഇതിന്റെ വയറ്റിൽ എനിക്ക് തന്നെന്ന് ഞാൻ ആലോചിക്കുന്നത്. നിന്നെ പോലെ എന്റെ കെട്ടിയോൻ എപ്പോഴും പറയുന്നു, അവരുടെ കൂട്ടുകാരന്മാരുടെ ഉമ്മമാരുടെ സ്നേഹം കാണുമ്പോഴേ അമ്മായിമ്മമാരുടെ സ്നേഹം കാണുമ്പോൾ എന്റെ കേൾക്ക് എപ്പോഴും പറയുന്നു, ഷാജി എനിക്ക് അങ്ങനത്തെ ഒന്നിനെ കിട്ടിയില്ലല്ലോ, അങ്ങനത്തെ ഒന്നിനെ കിട്ടിയില്ലല്ലോ, നിന്റെ തള്ളനെ അല്ലേടി എനിക്ക് കിട്ടിയത്, എന്താടി ഞാൻ ചെയ്യാം. അതുപോലെ തന്നെ എന്റെ അത്താന്റെ പെങ്ങന്മാരുണ്ട്, അവരെന്റെ ഇക്കാനോട് നല്ല സ്നേഹമാണ്, പോയാലും വരുമ്പോഴും ഒക്കെ നല്ല സ്നേഹമാണ്. അതുകൊണ്ട് അവരുടെ നല്ല ഇഷ്ടമാണ്. ഞങ്ങൾ പോകാനും വരലൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് പറയാതെ ഉമ്മ പറഞ്ഞിട്ട് ഭക്ഷണം പിടിക്കുന്ന നാറികളെ എനിക്ക് നിങ്ങളോട് പറയാലോ, ഏത് തരത്തിലാടാ ഇവരൊക്കെ ഉമ്മയാവാ നാറി പുല്ലന്മാരെ. നിങ്ങൾ കമന്റ് ഇടുന്നുണ്ടല്ലോ, ഏത് തരത്തിലാടാ ഇവളൊക്കെ നിങ്ങൾക്ക് ഉമ്മ എന്ന സ്ഥാനം വരികയാണ് നാറികളെ. അപ്പൊ നിങ്ങളുടെ തള്ളാരൊക്കെ ഇങ്ങനെ ആയിരിക്കില്ലേ? നിങ്ങളുടെ തള്ളാരൊക്കെ മക്കൾക്ക് പേരക്കുട്ടികൾക്ക് തുണി അയച്ചിട്ട് കൊടുക്കുന്ന ജന്മങ്ങളായിരിക്കും. അതുകൊണ്ടാണ് നീ അങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പൊ എനിക്കൊന്നും പറയാല്ല. പിന്നെ ഞാൻ ലഹരി അടിച്ചു, മദ്യപിച്ചു, അതുപോലെ തന്നെ MDM അടിച്ചു. എടാ ഞാൻ എന്തടിച്ചോ ഏതടിക്കണോ അത് ഞാൻ എന്റെ പൈസ കൊണ്ടാണ് ജീവിക്കുന്നത്. ഞാൻ പലതും അടിക്കോടാ. നിനക്കെന്താടാ? നിനക്ക് വല്ല നഷ്ടമുണ്ടോ? ഇല്ലല്ലോ. ഞാനിപ്പോ ചിലപ്പോൾ കഞ്ചാവ് അടിക്കും, ചിലപ്പോൾ MDM അടിക്കും, ചിലപ്പോൾ കള്ളും കുടിക്കും. നാരി മുസ്ലിങ്ങളുടെ മാനങ്ങളെ മണ്ണാർക്കാട് നാട്ടിൽ ഡെയിലി അവിടെ പോയിട്ട് ഒരുത്തനെ കൊന്നിട്ടുണ്ടല്ലോ, അതൊക്കെയാടാ മുസ്ലിങ്ങളുടെ മാനങ്ങൾ. ഞാൻ എന്റെ മക്കൾക്ക് വേണ്ടി ജീവിക്കണവളാടാ. എന്നെ പഠിച്ചം കുഴക്കില്ലാന്ന് എനിക്ക് 100-110% എനിക്ക് ഉറപ്പുണ്ടോ നാറി. എന്റെ മക്കളൊന്നും വലുതാവട്ടാ. ആവണോ? 16-17 വയസ്സായി ഉണ്ട്. കാത്തിരിക്കുക, വെയിറ്റ് ആൻഡ് സി. ഒന്നല്ലടാ 5 പുലികളുടെ വളർത്തണം, 5 എണ്ണത്തിനെ നല്ല രീതിയിൽ വളർത്തി വലുതാക്കി നിന്റെ മുന്നിലേക്ക് അങ്ങനെ ഇട്ട് തരാടാ. നീ അപ്പൊ കൊണക്കി മോനെ, നീ ജീവനോട് അന്നുണ്ടെങ്കിൽ നീ അന്ന് കണക്കിട്ട് എന്നെ കുറിച്ചിട്ട് നീ നിന്റെ വീഡിയോസ് ഒക്കെ എന്റെ മോൻ റെക്കോർഡാക്കി വെച്ചിട്ടുണ്ട്. അവരാണ് പിന്നെ എനിക്ക് അയച്ചു തന്നത്. ഞാൻ തിരക്കിൽ പെട്ട് കിടക്കായിരുന്നു. ഞാൻ നിന്റെ വീഡിയോസ് നാറി കാണില്ല. നിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാ കഴിച്ച നാറി എന്നാണോ?
നീ പണ്ടൊന്നും ഇതാക്കിയല്ലോ, അതുകൊണ്ട് നിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നീ മറ്റുള്ളവരുടെ പച്ചരച്ച് തിന്നുന്നത് ആരുടെയൊക്കെ ഏതൊക്കെ രീതിയിലാണ് നീ പച്ചരച്ച് തിന്നണതെന്ന് നോക്കാൻ വേണ്ടിട്ട് നിന്നെ പോലുള്ളവളുമാരും അന്ന് ഇതേപോലെ ഒരുത്തിപ്പ കൊണക്കുണ്ട് മലപ്പുറത്ത്, ഏതോ ഒരുത്തി കൊണക്കുണ്ട്. അവള് നോമ്പിന്റെ മുന്നേ എന്നോട് വന്ന് പൊരുത്തം മേടിച്ചിട്ട് പോയവളാണ്. അത് കഴിഞ്ഞിട്ട് അവള് എന്താ അവാർഡ് ഫംഗ്ഷൻ വന്ന് എന്നോട് സെൽഫി എടുത്തവളാണ്. അവളെ ഞാൻ ഒരിക്കലും മറക്കില്ല മോളെ, മറക്കില്ല മോനെ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് കൈസേ, നിന്റെ ലൈഫ് നീ ആയിട്ട് കളയണ്ട. ഇങ്ങനെയുള്ള അവളുമാർക്ക് വേണ്ടി ലൈഫ് കളഞ്ഞാ എനിക്ക് നിന്നോടല്ലേ ചോറ് നാളെ നിന്റെ അക്കൗണ്ടിലേക്ക് വേണമെങ്കിൽ കുറച്ച് കാശ് തരാം. നീ നല്ല അരി മേടിക്കും. കക്കൂസിനെ തീട്ടം നീ കുറയില്ലേ തിന്നണോ, അതുകൊണ്ട് നീ കുറച്ച് നല്ല അരി വാങ്ങി ചോറ് തിന്നടാ. ചോറ് തിന്നാൽ ചിലപ്പോൾ നിനക്ക് വിവരമൊക്കെ വന്നൂന്നിരിക്കും കൈസേ. നീ അതിന് എന്നെ സാധാരണക്കാരനായ എന്നെ വിടില്ല. കാരണം നീ വലിയ വലിയ നടന്മാരനെ നീ വിട്ടിട്ടില്ല, പിന്നെ സാധാരണക്കാരിയായ എന്നെ നീ വിടാണ്ടിരിക്കുമോ? നിനക്ക് കിട്ടിയ കണ്ടന്റ് അല്ലടാ മോനെ അണ്ണാക്കില്. അപ്പൊ നീ വിടാണ്ടിരിക്കും. നിനക്ക് പണം അല്ലടാ വലുത് മോനെ പുല്ല. എല്ലാവർക്കും പണമാടാ വലുത്. ഞാനും പണത്തിന് വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്നത്. പണം ഇല്ലെങ്കിൽ ഇന്ന് പുല്ല് വിലയടാ മോനെ. അതുകൊണ്ട് ഒരെണ്ണത്തിനല്ലടാ 5 എണ്ണത്തിന് വയറ് നിറയ്ക്കാൻ പണം തന്നെ വേണടാ. അവിടെ ഇല കൊണ്ട് നച്ചാ ഒരു വയറ് നിറയില്ലടാ നാറി. അതുകൊണ്ട് നീ നാളെ ഒരു 10 കിലോ അരി മേടിച്ചിട്ടേ നീ ചോറ് വെച്ച് തിന്നടാ. എന്നിട്ട് നിനക്ക് ബുദ്ധി വരട്ടെ. തീട്ടം നിന്നാൽ നിനക്ക് ബുദ്ധി വരില്ല. നീ തീട്ടം നിന്നണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. അതുകൊണ്ട് നീ തീട്ടം നിന്നണവനെ നീ എന്റെ ആൾക്കാർക്കും ബാക്കിയുള്ളവർക്കും ഉണ്ടാക്കാണ്ട് നീ പോയിട്ട് നല്ല അരി മേടിച്ച്, നല്ല അരിനെ മേടിച്ചോ. 10-50 റുപ്യന്റെ അരിനെ നീ മേടിച്ചിട്ട് നീ കുറച്ച് നിന്റെ ഉമ്മാനോടില്ലേ നിന്നെ വെച്ച് വളർത്തിയ നിന്റെ ഉമ്മ എന്ന പറഞ്ഞ സംഭവം അവിടെ ഉണ്ടെങ്കിൽ അവരോട് കുറച്ച് ചോറ് വെച്ചാൽ മതിയാ. നിന്റെ ബുദ്ധി ഒന്ന് മാറുണ്ടോ നോക്കട്ടെ. അടുത്ത കണ്ടന്റിനുള്ള വഴിയാണെന്ന് എനിക്കറിയാം. നീ അതിൽ കട്ട് ഷോർട്ട് എവിടെയൊക്കെ ഇന്റർവ്യൂ നടക്കണോ, ഏതൊക്കെ ആൾക്കാർ നടക്കണ്ടോ അവരുടെയൊക്കെ ഇന്റർവ്യൂസ് ഷോർട്ടാക്കി എടുത്ത് നീ ജീവിക്കില്ല. എടാ നാറി, അതിനെക്കാട്ടി നല്ലത് നീ ചത്തു പോകുന്നതാണ് മോനെ. നീ ജീവിക്കാണ്ടിരിക്കടാ. നീ നിന്റെ എനിക്ക് എന്താ അറിയോ ഇത് പറഞ്ഞാൽ ഈ കൈസിന്റെ ഒക്കെ മക്കൾ വന്നാല് ഈ കൈസിന്റെ ഒക്കെ ഈ തീട്ടം നിന്നിട്ടല്ലേ ആ മക്കളും വളരുന്നത്. എന്റെ പേരിൽ ഫാത്തിമ ഇവളുടെ പേരിൽ കേസ് കൊടുത്ത ആരും എടി പുല്ലത്തി, ഞാൻ അവിടെ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്റ്റേഷനിൽ എന്നെ തല്ലേണ്ടി ബാക്കിയുള്ളവര് പുല്ലത്തി ഫാത്തിമ കൊടുത്തിട്ടുണ്ടെങ്കിൽ നാറി എന്റെ ആ കേസ് ആദ്യം തെളിയിക്കാൻ പറയടി നാറി പുല്ല്. എന്നിട്ട് നീ എന്റെ പേരിൽ കേസ് കൊടുക്കടിയും. നീ ഉണ്ടാക്കണ്ടേ, എനിക്കിട്ട് ഉണ്ടാക്കണ്ടേ ഭൂദേവി. ഒരു മാസം ആയടി കേസ് കൊടുത്തിട്ട് ഉണ്ടാക്കിയിട്ടില്ലല്ലോ. അവിടെ വെച്ച് എടി ഏതാടി നിയമം ആർക്കാടി? നിയമം പണത്തിന്റെ പിന്നാലെ അടി മോളെ. നിയമം ഞങ്ങള് സാധാരണക്കാരന്റെ പിന്നാലെ അല്ല. പണം എവിടെയാണോ അതിന്റെ പിന്നാലെ ഏടി നിയമം. ഞങ്ങൾ ഇങ്ങനെയൊക്കെ ജീവിച്ച് എങ്ങനെയും പോട്ടടി പാത്തിമ പുല്ലത്തി. നിന്റെ കെട്ടിയോ നല്ല അണ്ണാക്കിൽ കൊടുത്ത് ഇട്ടുവന്നോണ്ടേ നിനക്ക് അറിയണ്ടാവില്ല. അത് നിന്റെ കെട്ടിയോ ഇല്ലാണ്ടാവുമ്പോൾ നിന്റെ മക്കളെ വളർത്തുമല്ലേ, അത് നിനക്ക് നന്നായിട്ട് മനസ്സിലാവും. അത് ഞാൻ നിന്നോട് ഫാത്തിമ പുല്ലത്തി ഞാൻ പഠിച്ചോട് പ്രാർത്ഥിക്കാം. കാരണം നിന്റെ മക്കൾക്ക് ആ ഗതി വരാണ്ടിരിക്കട്ടേന്ന്. ഓക്കെ, അപ്പൊ അത്രയൊക്കെ പറയാന് നമ്മളിതാ ഏകദേശം നമ്മുടെ പത്തിരിപ്പാലം എത്തിയിട്ടുണ്ട് കേട്ടോ. പത്തിരിപ്പാലം എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പൊ ഞങ്ങള് കോട്ട ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. ഞങ്ങൾ എല്ലാം ഒഴിവാക്കി വന്നു. ഓട്ടോയുടെ ആളല്ലോ ഈ പാതിര. ഓട്ടോ അടാ കാറ് വാങ്ങാനുള്ള പൈസ ഇല്ലടാ മോനെ. ഓട്ടോക്കാർക്കും ജീവിക്കണ്ടേ. അവര് ഈ രാപ്പകലില്ലാണ്ട് കഷ്ടപ്പെടല്ലേ. അവരെ മക്കളെ പോറ്റാൻ വേണ്ടിയിട്ടാടാ. ഈ രാപ്പകൽ അവർക്ക് ഉറങ്ങേണ്ട ടൈമാണ്. എന്നാലും അവർ കഷ്ടപ്പെടുന്നുണ്ടല്ലോ ഈ പ്രായത്തിലും. അതിനെ നീ അപ്രീഷിയേറ്റ് ചെയ്യടാ. അവിടെ പുല്ല, നീ എന്നോട് കാറ് വാങ്ങാൻ പറയുന്ന. അവർക്ക് കിട്ടിയ പൈസ കൊണ്ട് അവരെ മക്കളെ പോച്ചോടാ. എന്തിനാടാ ഞാൻ കാറ് വാങ്ങിയ പെട്രോൾ അടിക്കണം, അവർക്ക് കാശ്, അവരെ മക്കളെ പോറ്റാ. കാറുകാർക്ക് കാശ്. അതുപോലെ ഞാൻ ബസ് എനിക്ക് നേരം വഹിക്കാം, ആ പൈസ നമ്മുടെ ഓട്ടോ ഏട്ടന്മാർക്ക് കിട്ടുന്നത്, അവരതുകൊണ്ട് ജീവിക്കും. എടാ നാറി, നിങ്ങളൊക്കെ എന്തിനാടാ പറയുന്നത്? നീയൊക്കെ ഈ കൈസിന്റെ പിന്നാലെ എനിക്കറിയാടാ. ഇന്ന് സത്യത്തിന് ഒരു വിജയമില്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സത്യം വിജയിക്കും. എപ്പോഴാണറിയോ? പടച്ചോന്റെ മുന്നിൽ അവിടെ എത്തുമ്പോ. എടാ ദുനിയാവിലല്ലടാ, അവിടെ ആഖിറത്തിലുണ്ടടാ നമുക്കൊരു ജീവിതം. ഇത് വെറും വിരുന്ന് വന്ന നാടാടാ. നീയൊക്കെ വിരുന്ന് വന്ന നാടാടാ മോനെ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി പറഞ്ഞാൽ അവിടെ 6 അടി മണ്ണ് കിടക്കുന്നുണ്ട്. ആ മണ്ണിൽ അലിഞ്ഞു ചേരേണ്ട ഇതൊക്കെ മനസ്സിലാവുണ്ട്. എനിക്ക് ആ ശരീരം കൊണ്ടാണ് ഇപ്പൊ ഈ കടന്ന് കാണിച്ചു കൂട്ടുന്നത്. ഇന്ന് നിന്റെ മുന്നിൽ ഞാൻ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത്. നാളെ മുന്നിൽ ഇരിക്കാൻ പറിച്ചോട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ നാളെ മോനെ. ഓക്കെ, അതുകൊണ്ട് നിന്നെ ഒന്നല്ലടാ എനിക്ക് പേടി. ആ പടച്ചു വിട്ടിട്ടില്ലേ അടച്ചോനെ എനിക്ക് പേടിയുള്ളൂ. പടപ്പുകളിനെ എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ ദുനിയാവ് നിരന്തരം ശാശ്വതമല്ലടാ. നീ എന്തിനാണ് മദ്രസയിലൊക്കെ പഠിക്കുന്നത്? നീ എന്തിനാ മോനെ മദ്രസയിൽ പഠിക്കുന്നത്? നീ പഠിക്കാണ്ടിരിക്കുന്നത് നല്ലത്. കാരണം നീ ഇങ്ങനത്തെ പുല്ലത്തിയുള്ള ആണല്ലോ. അപ്പൊ ഈ ദുനിയാവ് കഴിഞ്ഞിട്ട് ആഖിറം എന്നൊരു സംഭവം ഉണ്ട്. അതിൽ നിനക്ക് നിന്റെ നന്മകളും തിന്മകളും ഒക്കെ എഴുതി വെക്കുന്ന ഒരു സംഭവം ഉണ്ട്. അതിൽ നീ നന്മ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ നീ രക്ഷപ്പെടും, അല്ലെങ്കിൽ തിന്മ. പിന്നെ പോയവരൊന്നും തിരിച്ചു വന്നിട്ടില്ല. എന്റെ ഇക്ക പോയി 2 കൊല്ലമായി തിരിച്ചു വന്നിട്ടില്ല. എനിക്ക് ചോദിക്കാന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ എവിടെയെങ്കിലും പോയിട്ട് വന്നാൽ എന്താ കേൾക്കുക ഇങ്ങനെ അങ്ങനെയൊക്കെ ചോദിക്കാൻ ഒരാളുണ്ടായിരുന്നു. ഇന്ന് പോയി 2 കൊല്ലമായി പോയിട്ട് ആളുകൾ തിരിച്ചെത്തിയിട്ടില്ല. അല്ല ചോദിക്കായിരുന്നു കബറിന്റെ ഉള്ളിൽ എന്താണ് സംഭവം.